കൊച്ചിയിൽ കളമശ്ശേരി നഗരസഭയ്ക്ക് പിന്നാലെ തൃക്കാക്കരയിലും മഞ്ഞപ്പിത്തം പടരുന്നു. 20ഓളം പേർ ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ആരോഗ്യ വിഭാഗം കൃത്യമായ പരിശോധന നടത്തുന്നില്ല എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. വിനിത വിജി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, ഓരോ ദിവസവും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണം കൂടുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പകപ്പ് നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് ക്രിസ്റ്റീന. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ആശങ്ക തന്നെയാണ് ഉള്ളത്. കാരണം ഈ പ്രതിപക്ഷം പ്രധാനമായും പറയുന്നത് 20ഓളം പേരാണ് ഇതിനോടകം തൃക്കാക്കരയിൽ ഈ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ തേടിയത്. എന്നിട്ട് പോലും ആരോഗ്യ വിഭാഗം വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇവർ പ്രധാനമായും പറയുന്നത് കൃത്യമായിട്ടുള്ള പരിശോധനകൾ എവിടെയും നടക്കുന്നില്ല. ഈ ഹോട്ടലുകളിലാണെങ്കിലും ഒപ്പം ആ മേഖലകളിലൊക്കെ വെള്ളം പുറത്തു നിന്നൊക്കെ എത്തിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ വേണ്ട രീതിയിലൊരു പരിശോധന ഉണ്ടാകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷെ ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ട് പോലും അതിൽ കൃത്യമായ നടപടിയെടുക്കാൻ നഗരസഭയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇതിനോടകം തന്നെ തൃക്കാക്കര നഗരസഭയ്ക്ക് കീഴിൽ ഏതാണ്ട് 20ഓളം പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ തേടിയത്. ഇതിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ വാർഡിൽ ഒരു കുടുംബത്തിലെ 4 പേർ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ തേടിയിട്ടുണ്ട്. വേങ്ങൂരിലെയൊക്കെ സ്ഥിതി നമുക്ക് മുൻപിൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗം പടർന്നു പിടിക്കും മുൻപ് അത് തടയുന്നതിന് വേണ്ടിയെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. സ്മിത, ശരി, വിനിത വിജയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഏതായാലും കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതുപോലെ നമുക്ക് ചെയ്യാനുള്ളത് നമുക്കും ചെയ്യാം. മുന്നൊരുക്കങ്ങൾ, അതായത് പ്രതിരോധ നടപടികൾ, അത് കൃത്യമായി പാലിക്കണം. അതോടൊപ്പം ഈ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. അതുപോലെ നമ്മുടെ പരിസരമൊക്കെ നമുക്ക് വൃത്തിയാക്കിയിടാം, അല്ലേ?